ശ്രീ വസീഫ്, അവിശുദ്ധ രാഷ്ട്രീയത്തെ പറ്റി, UDFന്റെ അവിശുദ്ധ രാഷ്ട്രീയത്തെ പറ്റിയാണ് ഇപ്പോഴും പി രാജു ഉൾപ്പെടെയുള്ള നിങ്ങളുടെ നേതാക്കളൊക്കെയും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പാലക്കാട് പോലൊരു നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പോഴും CPM ഇങ്ങനെ തുടർച്ചയായി മൂന്നാമതെത്തി നിൽക്കുന്നതിനെ പറ്റിയാണോ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്, അതോ UDFന്റെ രാഷ്ട്രീയത്തെ പറ്റിയാണോ? നിയമം ആവർത്തിക്കുമെന്നാണ് പറഞ്ഞത്. അല്ല, നമ്മളെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. പാലക്കാടും ചേലക്കരയും നേരത്തെ ഉള്ളതുപോലെ നിലനിർത്തപ്പെട്ടു. ഇനിയെങ്കിലും നമ്മൾ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം. നമ്മുടെ 140 മണ്ഡലത്തിലും ഏറ്റവും പുറകിലുള്ള വികസനമുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട്, പ്രത്യേകിച്ചൊരു നഗരകേന്ദ്രത്തിലെ മണ്ഡലം. നിങ്ങൾ ഇപ്പോൾ എല്ലാ വാദപ്രതിവാദവും കഴിഞ്ഞു, അവർ ജയിച്ചു, ശരി. ഇവർ പറഞ്ഞത് മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തിൻ്റെ ഒരു പോരായ്മയാണ് അവിടെ നേരിച്ച് കണ്ടത് എന്നാണ്. നിങ്ങൾ പരിശോധിക്കേണ്ടത് BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിക്കെതിരെ കോൺഗ്രസ് ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ എന്തെങ്കിലും ഒരു സമരം അവിടെ നടത്തിയിരുന്നോ? നടത്തിയിട്ടില്ല. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും മുനിസിപ്പാലിറ്റിക്കെതിരെയും മുനിസിപ്പാലിറ്റിയുടെ വികസന വിരുദ്ധതക്കെതിരെയും BJP നയിക്കുന്ന ഈ മുന്നണിക്കെതിരെയുമെല്ലാം ഈ നഗരസഭക്കകത്ത് ഞങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചവരാണ്. അവിടെ ഒരു ടൗൺ ഹാൾ ഉണ്ട്. ഇപ്പോൾ ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇനി അതിൻ്റെ ഒരു മാറ്റം ജനങ്ങൾക്ക് കിട്ടട്ടെ. 8 വർഷമായി അത് പൊളിച്ചിട്ടിട്ട്. ആ പാലക്കാട് നഗരത്തിലെ റോഡുകൾ, പാലക്കാട്ടെ മുനിസിപ്പൽ സ്റ്റേഡിയം, പാലക്കാട് മണ്ഡലത്തിലെ തന്നെ മാത്തൂരിലെയും കണ്ണാടിയിലെയും ഒക്കെ ഇൻഡോർ സ്റ്റേഡിയത്തിന് കല്ലിട്ട് പോയത്, ഇങ്ങനെ കല്ലിട്ട് പോകുന്നു എന്ന് മാത്രമല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. ഇതിലാണെങ്കിൽ മുനിസിപ്പാലിറ്റിയെ കുറ്റപ്പെടുത്തുന്നു നേരത്തെ ഉണ്ടായിരുന്ന MLA ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ മാത്രം, അതും പത്രങ്ങൾ ചോദിച്ച സമയത്ത്. ഞങ്ങളിവിടെ പറയുന്നത് മുനിസിപ്പാലിറ്റിയും MLAയും തമ്മിലൊരു ഡീലുണ്ട് എന്ന് തന്നെയായിരുന്നു. ഇവിടെ ഡീലിന്റെ കഥ പറയുമ്പോൾ മറുചേരിയിൽ നിന്നും അങ്ങനെ ഡീൽ നിങ്ങൾ, കാരണം ഇരുമെയ്യായി ഒരേ ഹൃദയത്തോടു കൂടി ആ ഹോട്ടലിൽ നിങ്ങളൊക്കെ ഒരുമിച്ച് നിന്ന് നിലപ്പെട്ടിക്ക് വേണ്ടി, നിലട്രോളിക്ക് വേണ്ടി നടത്തിയ യജ്ഞമൊക്കെ അതും അവർ ആയുധമാക്കിയിട്ടുണ്ട്. ഈ പറയുമ്പോൾ 2 ചേരിയിലുമുണ്ട്. ഞാൻ ഒരു കാര്യം അങ്ങനെ ചോദിക്കട്ടെ, ഈ അവസാന നിമിഷം എടുത്ത ആ ഒരു പൂഴിക്കടകൻ ഉണ്ടായിരുന്നല്ലോ, ഒരു പൂഴിക്കടൻ സിറാജിലും സുപ്രഭാതത്തിലും ഇറക്കിയ ആ പൂഴിക്കടകൻ, ഇതൊക്കെ തെറ്റായി ഒരു തിരിച്ചറിവിലേക്ക് എത്തിയിട്ടുണ്ടോ നിങ്ങൾ? എന്റെ വായിലേക്ക് നിങ്ങൾ അങ്ങനെ കുത്തിക്കയറ്റരുത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ മുനിസിപ്പാലിറ്റിയിൽ BJP ജയിച്ച മുനിസിപ്പാലിറ്റിയിൽ അതിന്റെ മുകളിൽ RSSന്റെ കൊടി ഉയർത്തിയ സമയത്ത് ഞങ്ങളാണ് അവിടെ ഓടിക്കയറി ആ കൊടി പറിച്ചെടുത്ത് അവിടെ ഇന്ത്യയുടെ പതാക ഉയർത്തിയത്. ഒരു കോൺഗ്രസുകാരനെയും ഈ മുനിസിപ്പാലിറ്റി പ്രദേശത്ത് രാഷ്ട്രീയമായി അവരെ പ്രതിരോധിക്കുന്നതിന് നമ്മൾ കണ്ടിട്ടില്ല. അവരില്ല. ഇവിടെയാണ് ഞങ്ങൾ പറയുന്നത് ഇവിടെ ഡീലുണ്ട്. എളുപ്പത്തിൽ BJPയുടെ വോട്ട് ഇങ്ങോട്ടും അതുപോലെ തന്നെ SDPയുടെ വോട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടും വാങ്ങാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് മാറി. ജില്ലാ കമ്മിറ്റി ഈ പരാജയം പരിശോധിക്കും, അതിനുശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് റിപ്പോർട്ട് നൽകും, സംസ്ഥാന സമിതി ഒരുപക്ഷെ വിലയിരുത്തും. അപ്പോഴൊക്കെ നിങ്ങൾ ഈ പരാജയത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഡീലാണോ, ഡീൽ എന്ന നിലയിലേക്ക് ആയിരിക്കുമോ? അതായത് പാലക്കാട്ടെ പരാജയത്തിന്റെ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ BJPയിൽ നിന്നും UDFയിലേക്ക് പോയ ഒഴുക്ക്, SDP, ഈ 2 ഘടകമാണോ നിങ്ങൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ തുടക്കത്തിലേ കാണുന്നത്?